മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് മീൻമുട്ട റോസ്റ്റാണ്. പലർക്കും മീൻമുട്ട കൊണ്ട് എങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മീൻമുട്ട 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 മീഡിയം സൈസ് സവാള, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വേപ്പില, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടി, നമ്മുടെ നാടൻ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുക. അതിൻ്റെ ടേസ്റ്റ് മറ്റൊരു പാത്രത്തിന് കിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കനം കുറച്ചരിഞ്ഞ നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. സവാള 2 സവാള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി തോന്നാം, പക്ഷേ അത് വഴന്നു വരുമ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്ന 2 സവാള നിങ്ങൾക്ക് എടുക്കാം. ഒരു കൂടുതലായിട്ട് ഒട്ടും തോന്നുകയില്ല. ഇതിലേക്ക് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ആവശ്യത്തിനുള്ള കറിക്ക് വേണ്ട അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിന് പുറകെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം അതും ഒന്ന് വഴന്നു വരുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ കൂടെ ഒന്നൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ആ കളറ് മാറുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ കളറ് മാറിക്കഴിയുമ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ എന്ന് വെച്ചാൽ ആ റെഡ് ഒന്ന് മാറി ആ ഒരു വഴന്നു വരുന്നതിൻ്റെ ആ കളർ ആവുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളമൊഴിച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ മീൻമുട്ട ചേർക്കാവൂ. ഇപ്പോൾ നമുക്ക് ഏകദേശം ആ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുന്നത് വരെ വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ആ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻമുട്ട ചേർത്ത് കൊടുക്കാം. മീൻമുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻമുട്ട ഇപ്പോൾ ഇടുന്നതിൻ്റെ ഇരട്ടിയാവും എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിളാവും നമ്മൾ വെന്ത് വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം വറ്റും, പെട്ടെന്ന് വെള്ളം വറ്റും. അപ്പോൾ ആ വെള്ളം വറ്റുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ, അധികമായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി അധികമായി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഇരട്ടിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അതൊരു റോസ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മുടെ ഇത് വെള്ളം വറ്റി. ഇനി റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പാകമാണ്. അത് പല ഘട്ടങ്ങളായിട്ടാണ് എടുക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കളറ് മാറുന്ന ഒരു ഘട്ടം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ. അത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇനി വെന്തതിന് ശേഷം നമ്മൾ വളരെ തീ കുറച്ചിട്ടാണ് വേവിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 3-ോ 4-മത്തെ ഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആ കളറ് നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു, റോസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വീഡിയോ കാണുന്ന പോലെയല്ല, പെട്ടെന്നാവില്ല. അത് വളരെ തീ കുറച്ചിട്ട് നന്നായിട്ട് ടൈം എടുത്താവുന്നത് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഇത് തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ മീൻമുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.